ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കൊച്ചിയിലൊക്കെ വൈറലായിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള തിരുത മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കൊച്ചിയിൽ മാത്രമാണെന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ കൂടുതലും കേട്ടേക്കുന്നത് കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള തിരുത മീൻകറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് തിരുത മീൻകറി ട്രൈ ചെയ്യുന്നത്. നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു, നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അര ഗ്ലാസ് തേങ്ങ എടുത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലൊരു പേസ്റ്റാക്കി അരച്ചിട്ട് ഞാൻ മാറ്റി വെക്കാണ്. അതിനുശേഷം ഞാൻ ആ മിക്സർ ജാറിലോട്ട് തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണതാണ്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആദ്യത്തെ പാല് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ആദ്യം എടുത്ത് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് രണ്ടാം പാൽ എടുക്കാം. ഇതുപോലെ തന്നെ രണ്ടാം പാൽ ഏകദേശം ഒരു 2 ഗ്ലാസോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മൂന്നും അരച്ചിട്ട് ആദ്യമേ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി തയ്യാറാക്കാൻ പറ്റിയത് തന്നെയാണ്. അടുത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലോട്ട് നമുക്കൊരു 3-4 കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്, അതിന് ചവർപ്പൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുരുവൊക്കെ ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് 2 സ്പൂണോളം മുളക് പൊടി എടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് കറിയിൽ. അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല, ഇനിയിപ്പോൾ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പേസ്റ്റാക്കി നമുക്ക് അതും ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ദേ ഇവിടെ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 8-10 അല്ലി ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ സവാളയാണെങ്കിലും ചേർക്കാം, പക്ഷേ ടേസ്റ്റ് എപ്പോഴും ഉണ്ടാവുക ചെറിയുള്ളി ചേർക്കലാണ്. സവാള ചേർക്കുന്ന സമയത്ത് എനിക്ക് മീൻകറിക്കൊക്കെ ഭയങ്കര മധുരം പോലെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റായിട്ട് തോന്നാറ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ എരിവിനായിട്ട് ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെയും നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്തതെല്ലാം വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ചൂടാക്കാനൊക്കെ ആയിട്ട്, കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആ ഒരു പൊടി മിക്സ് ചെയ്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യമേ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആ ഒരു തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തേങ്ങ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ആ ഒരു പുളി നേരത്തെ ഇറങ്ങി കിട്ടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി അടുത്തതായിട്ട് ചേർക്കണം, നമ്മൾ 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, 2 ഗ്ലാസ് 2ാം പാൽ, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി തിളച്ച് വന്നു തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചായിട്ട് കല്ലുപ്പ് തന്നെയാണ് എല്ലാത്തിനും കൂടുതലും മാക്സിമം യൂസ് ചെയ്യണത്. കാരണം നമുക്ക് തൈറോയിഡിനൊന്നും അത്ര നല്ലതല്ല എന്നാണ് പറയണത്. ഈ ഒരു പൊടിയുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ തൈറോയിഡൊക്കെ വരുമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതേ ഇവിടെ തേങ്ങാപ്പാലും ഒക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരുത മീനിൻ്റെ പീസസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് ഈ മീനിന്. ഓവർ റേറ്റൊന്നും അല്ല, എന്നാലും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ. കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്തത്. നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു.
അപ്പോൾ ഈ മീൻ കറി നമ്മൾ തിളച്ചിട്ടാണ് പീസസ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു മീനിന് ഒരുപാട് കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മീൻ കറി തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി, തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഫ്ലെയിം കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ അതേ ഇവിടെ നന്നായിട്ട് തിളച്ച് നമ്മുടെ മീൻകറിയും മീൻകറിയിലെ മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോൾ കയ്യിലിട്ടിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഉടഞ്ഞു പോവാതെ വേണം ഇളക്കാനായിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മീൻ ചട്ടിയിൽ 2 സൈഡിലും പിടിച്ചിട്ട് നന്നായിട്ട് കറക്കി കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരുന്ന 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചട്ടിയിലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇത് കുറുകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലൂസായിട്ടല്ല ഞാൻ കറി എടുത്തേക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നവർ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കണം, കാരണം അത് തണുത്ത് കഴിയുമ്പോഴേക്കും അതിലെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് കറി നന്നായിട്ട് കുറുകിയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം ഓഫ് ചെയ്തു, തേങ്ങാപ്പാലും ചേർത്ത് മിക്സ് ചെയ്തു. ഇനി ഇതിലോട്ട് വറവിടാണ്. അപ്പോൾ ഞാൻ മീൻ കറിയിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ മീൻ കറിയിൽ കടുക് പൊട്ടിക്കാറില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു മീൻ കറിയിലോട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. വട്ടത്തിലരിഞ്ഞ ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. താളിക്കാൻ നേരത്തെ എപ്പോഴും നമ്മൾ ചെറിയുള്ളി വട്ടത്തിലാണ് കേട്ടോ അരിയുന്നത്. പിന്നെ കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു തവണയാണെങ്കിലും നമ്മളെല്ലാ മീനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക്